ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ നമുക്ക് നോക്കാം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതിൽ എന്തുകൊണ്ടാണ് ആൻസർ അങ്ങനെ വന്നേ എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ശരിക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് ഇത്. നോക്കാം. വൺ ഓഫ് ദ ഷീപ്പ്, കണ്ടോ, അത് വൺ ഓർ ദ അല്ല, വൺ ഓഫ് ദ എന്നാട്ടോ. അത് ഞാൻ കറക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എ, വൺ ഓഫ് ദ. ഓക്കെ, വൺ ഓഫ് ദ ഷീപ്പ് ഹാസ് ആണോ ഹാവ് ആണോ? വൺ ഓഫ് ദ ഷീപ്പ് ഹാസ് എന്ന് വരുമോ അതോ ഹാവ് എന്ന് വരും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഹാവ് എങ്ങനെയാണ്, എവിടെയാണ് യൂസ് ചെയ്യുക, ഹാസ് എവിടെയാണ് യൂസ് ചെയ്യുക, അതാണ് നമ്മൾക്ക് ഇതിന് പറഞ്ഞു തന്നത്. ഇവിടെ നോക്കിക്കേ, കുറേ ഷീപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഷീപ്പ് തന്നെ പറയുള്ളൂ, ഷീപ്സ് എന്ന് പറയില്ല. ഷീപ്പ് എന്നാണ് വാക്ക്. ഇവിടെ കുറേ ഷീപ്പുകളിൽ ഒരു ഷീപ്പിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഷീപ്പിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒറ്റ ഷീപ്പിനെ പറ്റിയിട്ട് അതിന് എന്തുണ്ട്, ബെൽ, അതിൻ്റെ നെക്കിൽ ബെല്ലുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വൺ ഓഫ്, ഈച്ച് ഓഫ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ വൺ ഓഫ് ദ ഷീപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺ ഓഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ വൺ ഓഫ്, ഈച്ച് ഓഫ് ഉണ്ടോ, എവ്രി വൺ ഓഫ്, ഏതർ ഓഫ്, നെയ്തർ ഓഫ്, പിന്നെ ഇതിൻ്റെ കൂടെ പ്ലൂറൽ നൗണും ഉണ്ട്. ഇവിടുത്തെ ഷീപ്പ് എന്നുള്ളത് പ്ലൂറലാണ്. അപ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആവാം, വൺ ഓഫ് ദ ടീച്ചേഴ്സ് ആവാം, വൺ ഓഫ് ദ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മിക്ക വാക്കുകളിലും എസ് കൂട്ടിച്ചേർത്താലാണ് പ്ലൂറൽ ആവുള്ളൂ. പക്ഷെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഷീപ്പ് എന്നൊക്കെ പറയുമ്പോൾ എസ് വേണ്ട പ്ലൂറൽ ആവാനായിട്ട്. പക്ഷേ കൂടുതലും എസ് കൂടി ചേരുമ്പോഴാണ് പ്ലൂറൽ ആവുക അല്ലേ? നിങ്ങൾക്കറിയാലോ, രണ്ട് പേര് നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് എന്ന് വായിക്കും, രണ്ട് പേര് നിന്ന്, രണ്ട് കൂട്ടുകാർ നിന്ന് ഫ്രണ്ട്സ് എന്നാണ് പറയുക. സോ അങ്ങനെ വൺ ഓഫ് പ്ലസ് ഒരു പ്ലൂറലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സിംഗുലർ വെർബാണ് എഴുതേണ്ടത്. വെർബ് എന്താണ്, നമ്മളിവിടെ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നാണല്ലോ. ഈ ഒരു സെൻറ്റൻസിൽ ഏതാണ് വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത്? ഹാസ്. വൺ ഓഫ് ദ ഷീപ്പ് ഹാസ് എ ബെൽ ഓൺ ഇറ്റ്സ് നെക്ക് എന്ന് വരും. മനസ്സിലായോ? കാരണം എന്താ, വൺ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറലാണ് ചേർക്കുന്നത് എങ്കിൽ എന്താ അവിടെ വരാ, പ്ലൂറൽ വെർബാണ് വരാ, ഹാസ്. ഇനി നമുക്ക് നോക്കാം. ദ ടീച്ചർ ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ് ഡാഷ് കം, ഹാസ് ആണോ ഹാവ് ആണോ? ഇവിടെ നോക്കി, ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ടീച്ചറിൻ്റെ കൂടെ ടുഗദർ വിത്ത് കഴിഞ്ഞിട്ട് പ്ലൂറൽ അല്ലേ? ദ ടീച്ചർ ടുഗദർ, ടീച്ചർ എന്നുള്ളത് സിംഗുലർ ആണ്. ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ടുഗദർ വിത്ത് എന്നൊരു വാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് വാക്കുകൾ. അതിൻ്റെ കൂടെ സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂറലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൂള് നമുക്ക് നോക്കാം. വെൻ ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, കണ്ടോ നമ്മൾ പറഞ്ഞു ടുഗദർ വിത്ത് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ അഡീഷൻ ടു, ഇങ്ങനെ രണ്ട് സബ്ജക്ട്സ് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, രണ്ട് സബ്ജക്ട്സ്, ദ ടീച്ചർ, സ്റ്റുഡൻസ്, രണ്ടുപേരാണ് സബ്ജക്റ്റ്, ടീച്ചറും സ്റ്റുഡൻസും. അങ്ങനെ രണ്ട് സബ്ജക്ട്സ് ജോയിൻ ചെയ്യാൻ ടുഗദർ വിത്തോ എലോങ് വിത്തോ അങ്ങനെ എന്തെങ്കിലും വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ദ വെർബ് അഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ്. ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ് ഇവിടെ? എന്താ ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്? ദ ടീച്ചർ എന്നല്ലേ? അപ്പോൾ ദ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ സിംഗുലർ വെർബായ ഹാസ് എന്നേ വരുള്ളൂ. സോറി, ഇതല്ല ക്വസ്റ്റ്യൻ, മാറിപ്പോയി. ദ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള എന്താ വരാ, ഹാസ്. ദ ടീച്ചർ എലോങ് വിത്ത് ദ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ദ ടീച്ചർ ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ്, വിത്ത്, ടുഗദർ വിത്ത്, അങ്ങനെ എന്തെങ്കിലും വിത്ത് ചേർത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ ഫസ്റ്റ് സബ്ജക്റ്റ് ഏത്, എത്ര സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റുള്ള ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് അടുത്തുള്ള വെർബ് നമ്മൾ സിംഗുലർ വെർബായിട്ടുള്ള ഹാസ് ചേർക്കണം. നെക്സ്റ്റ് വൺ നോക്കാം. നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് ഡാഷ് ഗോൺ ഫോർ എ വാക്ക്. ഇവിടെ നെയ്തർ നോർ ആണ് വന്നേക്കുന്നത് അല്ലേ? ഇനി നെയ്തർ നോർ വരുമ്പോൾ ഏതിൻ്റെ അടുത്താണ് ബ്ലാങ്ക്? ഇവിടെ സ്റ്റുഡൻസിൻ്റെ അടുത്താണ് ബ്ലാങ്ക് വന്നേക്കണേ. സോ
ബ്ലാങ്ക് എവിടെയാണോ അതിൻ്റെ അടുത്തുള്ള വെർബ് ഏതാണ് എന്ന് വെച്ചാൽ, അതായത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ അടുത്ത് എന്താണ് സ്റ്റുഡൻസിൻ്റെ ഏതാണ് പ്ലൂറലാണ് യൂസ് ചെയ്തേക്കുന്നത് മനസ്സിലായി. പ്ലൂറൽ വെർബാണ് അതിൻ്റെ തൊട്ടടുത്ത് ആഡ് ചെയ്യേണ്ടത്. സോ ഹാവ്. അതായത് നമ്മൾ when a singular subject and plural subject are joined by either or, neither nor, etc., the verb agrees with the subject near to it. കണ്ടോ, ഇവിടെ നമ്മളുടെ തൊട്ടടുത്ത് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വെർബ് സബ്ജക്റ്റ് ഏതാണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ അതിൻ്റെ അടുത്ത് വരുമ്പോൾ പ്ലൂറൽ വെർബായിട്ടുള്ള ഹാവ് എന്ന് ചേർക്കണം. ക്ലിയർ? അടുത്തത് നോക്കാം. ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഷീ ഡാഷ് കം. ഇവിടെ എന്താണ്? ഫസ്റ്റ് കണ്ടീഷണലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇഫ് യു എന്നുള്ള ഇൻവൈറ്റ് ഹെർ, അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതിൻ്റെ കൂടെ എന്ത് വരും? ഫ്യൂച്ചർ ആയിട്ടുള്ള വില്ലാണ് വരാം. ഓക്കെ, ഷീ വിൽ കം. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെ ഫ്യൂച്ചർ ആണ് വരിക ഫസ്റ്റ് കണ്ടീഷനിൽ. സോ ആൻസർ ഇസ് ഷീ വിൽ കം. ഓക്കെ, സോ ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. താങ്ക് യു.